എവിടെ പോയാലും ഇന്ത്യക്കാരുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ എപ്സ്റ്റീൻ ഫയൽസിലുണ്ട് കുറച്ച് ഇന്ത്യക്കാർ. അപ്പോൾ ആരാണ് ഇവർ, എന്താണ് ഇന്ത്യക്കാരും എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധം, എന്താണ് പരിപാടികളത് നോക്കിയാലോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ആർഗ്യുമെൻറ്റ്സ് ഞാൻ കേട്ടു. അതിനെന്താ എപ്സ്റ്റീനുമായിട്ട് സംസാരിക്കാൻ പറ്റില്ലേ, മറ്റേ ഐലൻഡിക്കൊന്നും പോയില്ലല്ലോ, വേറെ ഒന്നും ചെയ്തില്ലല്ലോ, സംസാരിച്ചല്ലേ, അതെന്താ പറ്റില്ലേ എന്നുള്ള കുറേ മറ്റവന്മാരുടെ ആർഗ്യുമെൻറ്റ്സ് കുറേ കേട്ടു. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അധികം ആരും ഇതിനെക്കുറിച്ച് പറയുന്നേ ആയിട്ട് ഞാൻ കണ്ടില്ല. അതായത് 2008 ആദ്യമായിട്ട് എപ്സ്റ്റീനെതിരെ ഒരു കേസ് വരുന്നത് ഫ്ലോറിഡയിൽ. എന്ത് കേസാണ്? ചെറിയ കേസൊന്നുമല്ല. അത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ചു, സൊളിസിറ്റേഷൻ ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പിലാണ് കേസ് ഉള്ളത്. നമ്മുടെ നാട്ടിലത്തെ പോലെ പീഡന കേസൊന്നും തെളിയിക്കാതെ പോയില്ല. ഗിൽറ്റി, ഹീ പ്ലീഡഡ് ഗിൽറ്റി, ഞാൻ ഗിൽറ്റി ആണെന്ന് പറഞ്ഞ് അയാൾ 18 മാസം ജയിലിൽ കിടന്ന ആളാണ് എപ്സ്റ്റീൻ. ഹീസ് എ രജിസ്റ്റേർഡ് സെക്സ് ഒഫൻഡർ, ഓൾസോ എ പെഡോഫൈൽ. അതിന് സർട്ടിഫിക്കറ്റ് വരെ അയാളുടെ കയ്യിലുണ്ടാവും. ഇത് നടക്കുന്നത് 2008. അപ്പോൾ ഈ 2008 ശേഷം ഇയാളോട് ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, ഇടപെട്ടിട്ടുണ്ടോ, കൊലാബറേറ്റ് ചെയ്തിട്ടുണ്ടോ, അവർക്കൊക്കെ ഈ കാര്യം അറിയാം, ഇയാൾ ശരിയായ ഒരാളല്ല എന്നുള്ള കാര്യം. ദേ ഓൾ ന്യൂ അബൌട്ട് ഇറ്റ്. ഓക്കെ, പിന്നെ ഇയാൾ വലിയ ബില്യണറും പിന്നെ എലീറ്റ്, ഗ്ലോബൽ എലീറ്റ്സിൽ പെട്ട ആളൊക്കെ ആയതുകൊണ്ട് ആരും അത് മൈൻഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. റൂൾസ് ഡസൻറ്റ് അപ്ലൈ ഫോർ ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ, അതാണ് കാര്യം. അപ്പോൾ ഇനി ആ ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യമില്ല, അത് പോയി. അപ്പോൾ ഇനി നമ്മുടെ ഇന്ത്യക്കാരുടെ കാര്യം വന്നാൽ 3 ഇന്ത്യക്കാരാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മോദിജിയാണ്. 134 തവണ മോദിജിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെയിലാണ് ഇപ്പോൾ എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. അതായത് മോദിയുടെ ഇസ്രയേൽ വിസിറ്റ് 2017 നടന്ന ഇസ്രയേൽ വിസിറ്റിന് സമയത്ത് ഹി ഡാൻസ്ഡ് ആൻഡ് സാങ് ആൻഡ് ടുക്ക് അവർ അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്സ്റ്റീനും ഖത്തറിലുള്ളൊരു ചങ്ങായിട്ടുള്ള ഒരു മെയിൽ കോൺവെർസേഷനാണിത്. അതായത് മോദി ഞങ്ങളുടെ അജണ്ട അവിടെ പോയി നടപ്പിലാക്കി, അതാണ് ഡാൻസ്ഡ് ആൻഡ് സാങ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് ലിറ്ററലി അതല്ല. പിന്നെ പറയുന്നത് ഈ അമേരിക്കൻ പ്രസിഡൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നും കൂടെ പറയുന്നുണ്ട്. അവർക്ക് ബെനിഫിറ്റ് ആയി എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഖത്തറുകാരും ചെയ്യണം, ഇല്ലെങ്കിൽ മറ്റേ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ബോംബ് ഇടുമോ എന്ന് സംശയമുണ്ട് എന്ന് വരെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അനിൽ അംബാനിൻ്റെ കാര്യം എടുക്കണം. 99 തവണ ഇയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇയാളിപ്പോൾ അവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല. ഇയാൾ 2017 മോദിയുടെ ഈ ഇസ്രയേൽ വിസിറ്റിന് മുന്നേ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഡൽഹിയിലാണ്, അഡ്മിനിസ്ട്രേഷൻ വാണ്ട് ടു മീറ്റ് ജെറാഡ് കുഷ്ണർ ആൻഡ് സ്റ്റീവ് ബാനൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്സ്റ്റീൻ അനിൽ അംബാനിക്ക് അയച്ച മെയിലിൽ പറയുന്നുണ്ട് ഇന്ത്യ ഇസ്രയേൽ കീ നോട്ട് ഫോർ ഇമെയിൽ എന്ന് പറയുന്നുണ്ട്. അതെന്തോ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്, കീ ആയിട്ടുള്ളൊരു സംഭവം ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ജെറാഡ് കുഷ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ മരുമകനാണ്, കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ. സ്റ്റീവ് ബാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ പഴയ ഒരാളാണ്. ഈ മാഗ, ഈ റൈറ്റ് വിങ്ങിൻ്റെ ഒരു മെയിൻ ആളായിരുന്നു. ഇപ്പോൾ വലിയ സംഭവമൊന്നും അല്ല. അപ്പോൾ ഇവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് എങ്ങനെ മനസ്സിലായി? അനിൽ അംബാനി ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറഞ്ഞു, ആ റിക്വസ്റ്റിന് വേറൊരു റിപ്ലൈ കൊടുത്തു, പിന്നെ ഇവരുടെ ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുന്നു. അപ്പോൾ ആ ഒരു പവർ ഡൈനാമിക്സ് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഇതേ സ്റ്റീവ് ബാനൻ്റെ അടുത്ത് എപ്സ്റ്റീൻ പ്രത്യേകം പറയുന്നുണ്ട് മോദിയായിട്ട് മീറ്റിംഗ് ഞാൻ സെറ്റ് ചെയ്ത് തരാം എന്ന് വരെ എപ്സ്റ്റീൻ പറയുന്നുണ്ട്. അനിൽ അംബാനിൻ്റെ കാര്യം എടുത്ത് അനിൽ അംബാനി 2019 വരെ, ഇയാൾ അറസ്റ്റിലാവുന്ന കൊല്ലം വരെ ഇയാളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. റിലയൻസിൻ്റെ മെയിൽ ID എന്നാണ് ആ മെയിൽ വരെ പോയിരിക്കുന്നത്. ആ സംഭവം വരെ ഉണ്ട് ഇവിടെ. അനിൽ അംബാനിയും എപ്സ്റ്റീനും വൺ ചാറ്റിംഗ് ആണ്. ഈ സ്കാർലറ്റ് ജോഹാൻസനാണോ മെറിൽ സ്ട്രീപ്പിനാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലോണ്ടായിട്ടുള്ള സ്കാർലറ്റിനാണ് ഇഷ്ടം എന്ന് വരെ അനിൽ അംബാനി പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ആൾ ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളിയം മിനിസ്റ്ററാണ്. 438 തവണ ഇയാളെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ മീറ്റിംഗ് സെറ്റ് ചെയ്ത് നേരിട്ട് പോയി കണ്ട ആളാണ് ഹർദീപ് സിംഗ് പുരി. നിങ്ങളുടെ എക്സോട്ടിക് ഐലൻഡിൽ നിന്ന് തിരിച്ചു വന്നാൽ പറയൂ എന്നുള്ള കാര്യം വരെ പറയുന്നുണ്ട്. എന്താ എക്സോട്ടിക് അറിയാലോ. പിന്നെ പുള്ളി ഇന്ത്യ ഭയങ്കര സൂപ്പറാണ്, നമ്മൾ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു എസ്സേൻ്റെ ഒക്കെ അയച്ച് മെയിലൊക്കെ അയച്ച് വിട്ടിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതേപോലെ എപ്സ്റ്റീൻ്റെ ഒരു മീറ്റിംഗ്, അത് എവിടെ വെച്ചിട്ടാന്ന് പറയുന്നില്ല, പീറ്റർ ടീലും അങ്ങനെ കുറേ പേര് ഉള്ളൊരു മീറ്റിങ്ങിൽ ഹർദീപ് സിംഗ് പുരിയും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് എപ്സ്റ്റീൻ തന്നെ പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യക്കാർ ഈ എപ്സ്റ്റീൻ ഫയൽസിൽ ഉള്ളത്. ഇനി പുതിയതെന്തെങ്കിലും കണ്ടുപിടിച്ച ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം.